ഹായ്, ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ബൈ നിഷ. ഇപ്പം നല്ല മഴയായതുകൊണ്ട് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് നല്ലോണം ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുവിധം എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ നമ്മൾ ശരീരം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഈ ടൈമിൽ കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയൊരു റെസിപ്പി പറഞ്ഞുതരാം. കോഴിമരുന്നിൻ്റെ ആ ഒരു മരുന്ന് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ എന്തായാലും കിട്ടും. അവിടെ 2 രീതിയിലാണ് കിട്ടുക. പൗഡേർഡും കിട്ടും, പിന്നെ നമുക്കത് സ്പൈസസൊക്കെ പാക്കറ്റാക്കി തരും അവർ. നമ്മളത് വറുത്തിട്ട് പൗഡറാക്കി എടുക്കുകയും ചെയ്യാം. രണ്ടും കുഴപ്പമില്ല, രണ്ടും ഈക്വലി നല്ലതാണ്. പിന്നെ വേണ്ടത് നാടൻ ചിക്കനാണ്. നാടൻ ചിക്കൻ ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. മറ്റുള്ള ബ്രോയിലർ അങ്ങനെയുള്ള ചിക്കനിൽ വെക്കാത്തതാണ് നല്ലത്. നാടൻ ചിക്കൻ ഒരു 1/2 കിലോളം എടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15, അതൊക്കെ നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെടുക്കാം. വെളുത്തുള്ളിയും ഏകദേശം 15 എണ്ണം. പിന്നെ ഒരു 3/4 തേങ്ങ വെളിച്ചെണ്ണയും കൂടി ചേർക്കണതുകൊണ്ട് ഒരു 3/4 തേങ്ങേൻ്റെ പാലാണ് ഞാനിവിടെ എടുക്കണത്. അത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. പിന്നെ ജീരകം നമ്മുടെ ഓരോരുത്തർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് അധികം ഇടുക, അല്ലാത്തവർക്ക് കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഉലുവയും അതുപോലെ തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ്. അത് രണ്ടും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആദ്യം ഇടും, മല്ലിപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും പിന്നെ നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ പാലൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്ന് പാടൊക്കെ എടുത്ത് വെച്ച് എങ്ങനെ നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം. നല്ല പ്യോർ ഗീ ആണ്. നല്ല യെല്ലോ കളറാണ് അതിന് വരിക. ഞാനിപ്പോൾ ഏകദേശം ഉപയോഗിച്ച് കഴിയാറായി. ഇനിയിപ്പം അടുത്തത് ബാച്ച് ഉണ്ടാക്കണം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉള്ളി ആദ്യം ഇടുക, പിന്നെ വെളുത്തുള്ളി അത് 2 ഇട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പം പിന്നെ കുറച്ച് കൂടുതലിട്ട് വെച്ചിട്ട് കുഴപ്പമില്ല. ചിലർക്ക് അതിൻ്റെ കുത്തൽ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാം. ഞാനിവിടെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, ഇത് ഞാൻ എല്ലാ കറിയിലും മല്ലിപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടാറ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫുള്ള് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ ആ മല്ലീൻ്റെ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടേ ആഡ് ചെയ്യാറുള്ളൂ. അപ്പം അത് നമുക്ക് കുറച്ച് തിളച്ചതിന് ശേഷം ആഡ് ചെയ്യാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി കഴിഞ്ഞ് നല്ലോണം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് കോഴിയിൽ ഈ ഉള്ളീൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും പിന്നെ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ആ ഒരു ഇത് നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. എപ്പോഴും ചിക്കൻ വെക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടും. സാധാരണ ഇതിൽ ഉപ്പ് ഇടാറില്ല. എന്തുപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചിലവർക്ക് ഉപ്പിടാതെയും കഴിക്കാൻ കുഴപ്പമില്ല. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അത് എല്ലാ സാധനങ്ങളും ഓരോരോ ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അത് അതിലേക്ക് ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. തേങ്ങാപ്പാൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അതൊഴിച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ്സ് വേവിക്കാം. അധികം മൂപ്പില്ലാത്ത ഇറച്ചിയാണ് ഏറ്റവും നല്ലത്. അതാണ് സാധാരണ ഉപയോഗിക്കാറ്. അത് ഷോപ്പിൽ ചോദിച്ചാൽ അവർ അതിനനുസരിച്ചുള്ള ചിക്കൻ തരും. നല്ല കുറുകിയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി
2 സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കോഴിമരുന്നാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോഴിമരുന്ന് കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോഴിമരുന്ന് നന്നായിട്ട് ആ ചിക്കനിലൊക്കെ പിടിച്ച് ആ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം നല്ല സ്മാഷായി നല്ല മിക്സായി വരണം. ഒരു കുഴമ്പ് രൂപത്തിലാവണം. പക്ഷെ നമുക്ക് ഇതിനധികം ഗ്രേവി ആവശ്യമില്ല. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പം അധികം ഗ്രേവി ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പം ഇനി 1 സ്പൂൺ നെയ്യും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെളിച്ചെണ്ണേൻ്റെയും നെയ്യിൻ്റെയും എല്ലാ ഫ്ലേവറും കൂടി അതിലുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും, അതിന് നല്ലൊരു ഫ്ലേവറായിരിക്കും. സാധാരണ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയെല്ലാം വെച്ച് കഴിക്കാറ്. ഈ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കറിയല്ലത്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ കഴിക്കുക. എല്ലാ മഴക്കാലത്തും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ്സ് നല്ലോണം മൂടി വെച്ചു. അത് കഴിഞ്ഞ് തുറന്നപ്പം നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഈ ഇതിൽ കിട്ടുന്ന പൗഡറിലുള്ളത് ഏലക്കായ, പട്ട, ഇടംപിരി, പലംപിരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ആയുർവേദ സാധനങ്ങൾ, ചുക്ക്, അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് ഒരാൾക്ക് തന്നെ 2 നേരമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഓരോരോ ഇഷ്ടം പോലെ കഴിക്കാം. പാക്കറ്റിൽ കൂടുതൽ പൊടി ഉണ്ടാവും. നമുക്ക് കുറേശ്ശെ ചിക്കൻ വാങ്ങുന്ന ടൈമിലൊക്കെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇതിൽ നെയ്യ് ചേർക്കുന്നതിന് മുന്നേ 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇടണം. എന്നാലേ